കാസർഗോഡ് ചെർക്കള മാർത്തോമ ബദിര വിദ്യാലയത്തിന്റെ 46ാമത് സ്ഥാപക ദിനാഘോഷം നടന്നു. ഇതോടൊപ്പം എയ്ഡഡ് ഹയർ സെക്കൻഡറിയുടെ ഉദ്ഘാടനവും നടന്നു. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. ചെർക്കള മാർത്തോമ ബദിര വിദ്യാലയത്തിന്റെ 46ാമത് സ്ഥാപക ദിനാഘോഷവും എയ്ഡഡ് ഹയർ സെക്കൻഡറിയുടെ ഉദ്ഘാടനവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഹാജി സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇങ്ങനെ വിവിധ ജില്ലയിലെ വിവിധ മേഖലകളിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് അവരുടെ അഭിരുചികൾ അനുസരിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന് സാധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മറ്റു സ്ഥാപനത്തേക്കാൾ ഏറ്റവും കൂടുതൽ സർക്കാരും പൊതുസമൂഹവും ശ്രദ്ധ ചെലുത്തേണ്ടത് ഇങ്ങനെയുള്ള വിദ്യാലയത്തിലാണ്. KN ബാലഗോപാൽ MLA എയ്ഡഡ് ഹയർ സെക്കൻഡറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാസ്തവത്തിൽ കേരളത്തിലെ സ്കൂളുകളുടെ വിദ്യാർത്ഥികളുടെ അംഗസംഖ്യ കുറഞ്ഞു വരികയാണ്. അത് എപ്പോഴും സാമ്പത്തികമായി മുന്നോട്ട് വരുന്ന സമൂഹങ്ങളിൽ ജനസംഖ്യ കുറയും. യൂറോപ്പിലെയൊക്കെ അവസ്ഥ നമുക്കറിയാം. അതുപോലെ നമുക്ക് വരുന്നു. എന്നാൽ അപ്പോൾ ആ സ്കൂളുകളിലെ ടീച്ചർമാരുടെ കാര്യത്തിൽ നമ്പർ ഇതുവരെ നമ്മൾ കുറച്ചിട്ടില്ല. അധ്യാപകരുടെ നിയമനങ്ങൾ കുറച്ചിട്ടേ ഇല്ല. പലപ്പോഴും അത് റീ അലോക്കേഷൻ വേണ്ടി വരും, സ്ട്രെങ്തൊക്കെ. എന്നാൽ അത്തരം റീ അലോക്കേഷനും സ്റ്റഡീസും ഒന്നും ബാധകമല്ലാത്തൊരു മേഖലയാണ് ഈ സ്പെഷ്യൽ ചിൽഡ്രൻ്റെ പഠനം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ പഠിപ്പിക്കുന്നത് പോലെ അധ്വാനിക്കാൻ തയ്യാറുള്ളവരാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററും ഇവിടുത്തെ അധ്യാപകരും. അവർ അത്രയ്ക്ക് പ്രാവശ്യം തിരുവനന്തപുരത്തെ ഈ കാര്യത്തിനായിട്ട് നിരന്തരമായിട്ട് ഈ അനുവാദത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത്തരം ഒരു കാര്യത്തിനകത്ത് യാതൊരു തടസ്സവുമില്ല. പക്ഷേ പൊതുവിൽ ഈ സിസ്റ്റത്തിനകത്തുകൂടി വരേണ്ടതാണ്. ഇത് വരുമ്പോൾ തന്നെ ചില മേഖലകളിൽ അങ്ങനെ കൊടുക്കേണ്ട കഴിഞ്ഞ തവണയും ഇത്തവണയും കോളേജുകളിൽ പുതിയ കോഴ്സുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഏറ്റവും അത്യാവശ്യമുള്ളതിന് തടസ്സം ഇല്ലാതെ നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. ഏതായാലും ഏറ്റവും അവസാനം ഇത് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് അച്ഛനെ ദൂരെ കാണുമ്പോഴേ ഞാൻ പറയും അത് ശരിയാക്കുന്നുണ്ട്, സെക്രട്ടറി ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവർ വരുമ്പോൾ അതിനകത്ത് യാതൊരു തടസ്സവുമില്ല. പറയുന്ന ഉള്ള കാര്യങ്ങൾ അപ്പോഴേ പറഞ്ഞ് ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഏതായാലും ഇത് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിനകത്തുള്ള സന്തോഷമുണ്ട്. സ്കൂൾ മാനേജർ റൈറ്റ് റവറന്റ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ കാലത്തിൻ്റെ മാറ്റങ്ങൾ വേദിക്കാൻ വെച്ചറിയുവാൻ ഭരണചക്രം തിരിക്കുന്നവർക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് സാധിക്കണം. പഠിപ്പിക്കുന്ന മേഖലകൾക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സാധിക്കണം. ഏതൊരു വിദ്യാഭ്യാസത്തിൻ്റെയും അതിനെ സ്വാധീനിക്കുന്നതായിട്ടുള്ള 4 ഘടകങ്ങളുണ്ട്. ഒന്ന് ടീച്ചർ, സ്റ്റുഡൻറ്റ്, സൊസൈറ്റി ആൻഡ് പേരൻസ്. ഈ 4 ഘടകങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല നാം ആഗ്രഹിക്കുന്ന രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. മുൻ MLA-മാരായ NA നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. മാർത്തോമ ബദിര വിദ്യാലയത്തിന്റെ പ്രഥമ മാനേജർ ഫാദർ മത്തായി ജോസഫ്, കുന്നംകുളം മലബാർ ഭദ്രാസന സെക്രട്ടറി ഫാദർ സജു ബി ജോൺ, ബിഷപ്പ് സെക്രട്ടറി ഫാദർ ലിജോ ജെ ജോസഫ്, ഭദ്രാസന ട്രഷറർ ജീമോൻ മണലുകാലായിൽ, ബദിയടുക്ക മാർത്തോമ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഫാദർ ബെന്നി മാത്യു,
പ്രിൻസിപ്പൽ ഡോക്ടർ ആർ കുമാർ, ചെർക്കള മാർത്തോമ കോളേജ് ഫോർ ദി ഹിയറിംഗ് ഇംപേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് തോമസ്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോർജ് വർഗീസ്, ഡോക്ടർ ബിജു തോമസ് മാത്യു, ഡോക്ടർ ജയരാജ് പി കെ, ഹെഡ്മിസ്ട്രസ് ഷീല എസ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് ജോഷിമോൻ കെ ടി, PTA പ്രസിഡന്റ് ബിൻസി NJ എന്നിവർ സംസാരിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു ബേബി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി CBC കുഞ്ഞപ്പൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.